വിശുദ്ധ ഖുർആനിലെ ആ ആയത്തിനെ പറ്റി സഹാബത്ത് പറയുന്നത് അർജ ആയത്തിൻ ഫീ കിതാബില്ലാ എന്നാണ്. അള്ളാന്റെ കിതാബിലെ ഏറ്റവും ആശ്വാസം നൽകുന്ന, പ്രതീക്ഷക്ക് വക നൽകുന്ന ഒരു ആയത്ത് എന്നാണ് അതിന് പേരിട്ടത്. സഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഒക്കെ പറഞ്ഞതാ അർജ ആയത്തിൻ ഫീ കിതാബില്ലാ, അള്ളാന്റെ കിതാബിലെ ഏറ്റവും പ്രതീക്ഷക്ക് വകയുള്ള ആയത്ത്. ഏതായത്ത്? സൂറത്തു സുമറിലെ ആയത്ത്. ഏതാണ് ആയത്ത്? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. നബിയേ പറയൂ, എന്റെ അടിമകളോട് പറയൂ. എങ്ങനെയുള്ള അടിമകൾ? അല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, സ്വദേഹങ്ങളോട് കണക്കല്ലാത്ത തെറ്റുകൾ ചെയ്ത എന്റെ അടിമകളോട് പറയൂ. എന്ത്? അവരോടൊന്നും ഞാൻ പൊറുക്കൂലാന്നാ? കണക്കല്ലാത്ത പാപം ചെയ്ത എന്റെ അടിമകളോട് പറയൂ എന്ത്? ഞാൻ പൊറുക്കൂലാന്നോ? അല്ല. എന്താ പറയേണ്ടത്? ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന്. കണ്ടോ, ഇവിടെ ലഅല്ലക്കും തുർഹമൂൻ എന്ന് പറയില്ലേ? അള്ളാഹിന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യരുത്? നിരാശരാവരുത്. നിങ്ങൾ ആശ മുറിഞ്ഞു പോകരുത്. ഞാൻ ഇങ്ങനെയൊക്കെ കടുത്ത പാപം ചെയ്തൊരു പാപിയല്ലേ, ഇനി എന്നോടൊക്കെ അള്ളാഹ് പൊറുക്കോ? അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, തീർച്ചയായും അള്ളാഹു സർവ്വ പാപങ്ങളും പൊറുക്കുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, തീർച്ചയായും അവൻ എല്ലാം പൊറുക്കുന്നവനും ഏറെ കരുണ ചെയ്യുന്നവനുമാണ്. അതിനെന്താ നിങ്ങൾ വേണ്ടത്? അനീബു ഇലാ റബ്ബിക്കും, നിങ്ങളുടെ യജമാനനായ റബ്ബിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങുവീൻ. തൗബയും ഇസ്തിഗ്ഫാറും ചെയ്യുന്നവൻ എത്ര കടുത്ത തെമ്മാടിയായിരുന്നുവെങ്കിലും ഇനി മടങ്ങാൻ തയ്യാറുണ്ടോ? റബ്ബ് പ്രതീക്ഷയുടെ വാക്കുകളെ നൽകിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ ആയത്തിനെ കുറിച്ച് പല സഹാബത്തും എന്ത് പറഞ്ഞത്? അർജാ ആയത്തിൻ ഫീ കിതാബില്ലാ, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രതീക്ഷക്ക് വക നൽകുന്ന ആയത്താണ്. നമുക്കങ്ങനെ തോന്നില്ലേ? എന്തൊരു സമാധാനത്തിന്റെ വാക്കാണത്. ജീവിതത്തിൽ അങ്ങനെയൊക്കെ പറ്റിപ്പോയില്ലേ, ഇനി നിവൃത്തിയില്ല എന്നല്ലല്ലോ പറയണത്. അത് മനുഷ്യന്റെ വല്ലാതെ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാവൂലേ. ഇനി ഒരു നിവൃത്തിയില്ല, പാപമൊക്കെ ചെയ്തോ, ഇനി നിനക്ക് നരകം തന്നെയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ?